നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോ. കൊലപാതകം വാഹനത്തിൽ സൈഡ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. തർക്കത്തിന് പിന്നാലെ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് FIR. CISF ഉദ്യോഗസ്ഥരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം കാളികാവിൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നത് കടുവയെന്ന നാട്ടുകാർ. കല്ലാമൂല സ്വദേശി ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് RRTയുടെ പരിശോധനയിൽ. മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ പ്രതിഷേധവുമായി നാട്ടുകാർ. ആ കോഴി ഫാമിന്റെ മതിൽ എടുത്ത് ചാടുന്ന ശരിക്ക് കണ്ടു. അയാൾ ഹെഡ്ലൈറ്റ് കെടുത്താതെ നോക്കി ഇങ്ങനെ ഹെഡ്ലൈറ്റ് കെടുത്ത അയാൾക്ക് പേടി. കടുവന്നെ ആയിരിക്കാനാണ് സാധ്യത. 2 പ്രാവശ്യം അവിടെ ചോര വെള്ളമുണ്ട്, അവിടെ കടക്കണം കണ്ട ആൾക്കാരുണ്ട്. കടുവയെ മയക്കുവെടി വെക്കുമെന്ന വനം വകുപ്പ്. വെറ്റിനറി സംഘം കാളികാവിലേക്ക്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നോട് ആലോചിക്കാതെ എന്ന സുധാകരന്റെ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച ദേശീയ നേതൃത്വം. സുധാകരന്റെ പ്രതികരണം സ്വകാര്യ മാധ്യമത്തോട്. പരസ്യ പ്രതികരണം ശരിയായില്ലെന്ന് AICC നേതൃത്വം. AICC സെക്രട്ടറിയുടെ പ്രവർത്തനത്തെ വിമർശിച്ച് സുധാകരൻ. സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് ശരിയായതായിരുന്നില്ല. നേതൃത്വത്തിൽ നിന്ന് തനിക്ക് സംരക്ഷണം കിട്ടിയില്ലെന്നും സുധാകരൻ. സുധാകരൻ വിഷയത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇത് പാർട്ടി ഒറ്റക്കെട്ടായി പോവേണ്ട സമയം. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒന്നിലും പ്രതികരിക്കില്ലെന്നും ചെന്നിത്തല. ഞാൻ പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. സുധാകരന്റെ പ്രസ്താവനയെ തെറ്റായി കാണേണ്ടതില്ലെന്ന് മുരളീധരൻ. സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ. അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കാനാവില്ലെന്നും മുരളീധരൻ. ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ അത്രയും വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നും അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നയവാക്കുക. ആ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചെന്ന വെളിപ്പെടുത്തലിൽ സുധാകരനെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആലപ്പുഴ കളക്ടർക്ക് കേസെടുക്കാൻ നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണം നടത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന് വെളിപ്പെടുത്തൽ. കൃത്രിമം കാണിച്ചത് 36 വർഷം മുൻപ് KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ. എന്ത് കളിക്കുന്ന പാർട്ടി ഞങ്ങൾ കുട്ടിക്കും ഒട്ടേക്ക് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ദേവദാസിൻ്റെ, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ ഇട്ടു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടി തുടരും. ഹാരിസ് ബീരാൻ ദേശീയ സെക്രട്ടറിയാകും. ദേശീയ കമ്മിറ്റിയിൽ ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ. കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസാഫറും കമ്മിറ്റി. ആശാസമരം പഠിക്കാൻ 5 അംഗ ഉന്നതതല സമിതി. ആശാമാരുടെ ഓണറേറിയവും സേവന കാലാവധിയും പഠിക്കും. 3 മാസത്തിനകം സർക്കാരിനും ആരോഗ്യ വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഇപ്പോൾ സമിതി പ്രഖ്യാപിച്ചത് നടപടി വൈകിപ്പിക്കാനെന്ന് ആശാമാർ. വേതനം പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ആശാമാർ. 92 കോടി രൂപയാണ് വേണ്ടത്. 92 കോടി രൂപ. അത്രയും ചെറിയൊരു തുക ആവശ്യപ്പെട്ടിട്ട് പോലും അത് സെറ്റിൽ ചെയ്യാതിരിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, തൊഴിലാളി സമരങ്ങളോടുള്ള അവരുടെ സമീപനമാണ്. ഈ ഒരു പഠന സമിതി കൊണ്ട് മാത്രം ആശാവർക്കർമാർ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല. ഇല്ല, നമ്മുടെ വേതനം പ്രഖ്യാപിക്കാതെ, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ നമ്മൾ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല. വയനാട് മേപ്പാടിയിൽ ടെന്റ് തകർന്നു വീണ് വിനോദസഞ്ചാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മ. 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്.
അപകട കാരണം ഇന്നലെ പെയ്ത മഴയെന്ന് റിസോർട്ട് മാനേജർ. അപകടത്തിന് പിന്നാലെ റിസോർട്ട് അടപ്പിച്ചു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് ചോദ്യം. ഭരണഘടനാ വ്യാഖ്യാനങ്ങളുള്ള വിഷയങ്ങൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചല്ലേ പരിഗണിക്കേണ്ടതെന്നും ദ്രൗപദി മുർമു. പുൽവാമയിൽ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടത് ആസിഫ് ഷെയ്ഖ്, ആമിർ നാസർ, യാവർ ഭട്ട് എന്നിവർ. ആസിഫ് ഷെയ്ഖിന്റെ പഹൽഗാം ആക്രമണത്തിലും പങ്കെന്ന് സൂചന. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ സംഭവത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായെ വിമർശിച്ച് സുപ്രീം കോടതി. ഭരണഘടനാ സ്ഥാനത്തുള്ളവർ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി. മാപ്പ് പറഞ്ഞെന്നും ഹൈക്കോടതി അമിതാധികാരം പ്രയോഗിച്ചെന്നും വിജയ് ഷാ. തൃശൂരിൽ 2 ഇടങ്ങളിൽ കാട്ടാന ആക്രമണം. അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ കാട്ടാന വീട് തകർത്തു. ആക്രമിച്ചത് കണ്ണങ്കുഴി സ്വദേശി രാജുവിന്റെ വീട്. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് 2ാം തവണ. കൊല്ലം കൊട്ടാരക്കരയിൽ തമിഴ്നാട് സ്വദേശിയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. തെങ്കാശി സ്വദേശി കുട്ടിരാജ കസ്റ്റഡിയിലായി. ഷൺമുഖപുരം സ്വദേശി സെന്തിൽകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെന്തിൽകുമാർ ട്രെയിനിൽ നാട്ടിലേക്ക് പോകുന്ന